Hello dear students, welcome to new online class. We are discussing the first chapter of plus 1 accountancy and the name of our first chapter is Introduction to Accounting. This is our 8th class. Plus 1 accountancy ile ഒന്നാമത്തെ പാഠത്തിന്റെ എട്ടാമത്തെ ക്ലാസ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. And today we are starting a new topic, basic terms in accounting. This is the most important topic in first chapter. ഒന്നാമത്തെ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്ന് തുടങ്ങിയാണ്. എന്താണ്? ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ബേസിസ്, അക്കൗണ്ടൻസിയുടെ ബേസിസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ? ഈ ബേസിക് ടേംസിൻ്റെ ഈ ക്ലാസ്സിലല്ല, ഏകദേശം ഒരു 5 ക്ലാസ്സുകളെങ്കിലും ആവശ്യമായിട്ട് വരും ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എടുക്കുന്ന 5 ക്ലാസ്സുകൾ അല്ലെങ്കിൽ 5-6 ക്ലാസ്സുകൾ വെച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ബേസിക് ടേംസ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ക്ലാസ്സുകൾ മനസ്സിലായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിലെ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് തേർഡ് ചാപ്റ്ററിലൊക്കെ നമ്മൾ തുടങ്ങുന്ന ഡെബിറ്റ്, ക്രെഡിറ്റ്, ജേർണൽ എൻട്രി ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇനിയുള്ള ക്ലാസ്സുകൾ വളരെ കൃത്യമായിട്ട് 2, 3, 4 തവണ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. നേരിട്ട് ചോദിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ക്ലിയർ? അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദ ബെൽ ബട്ടൺ. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ പാഠത്തിൻ്റെ നോട്ട്സൊക്കെ ആവശ്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന ബ്ലോഗ് hsstimes.blogspot.com വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സും സ്ലൈഡൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ ടുഡേയ്സ് ക്ലാസ്. We are starting most important topic, basic terms in accounting. Basic terms in accounting. The first basic term in accounting is entity. The first basic term in accounting is entity. എന്താണ് entity എന്ന വേർഡിന് മീനിങ്? ഒരു നോർമൽ വേർഡ് മീനിങ് എന്താ entity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും entity എന്താണെന്നുള്ള കാര്യം? entity എന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അസ്തിത്വം എന്നതാണ്. അസ്തിത്വം. നിങ്ങളിപ്പോൾ പ്ലസ് 1 എത്ര കുട്ടികളാണ്? ചില കുട്ടികൾക്ക് എൻറ്റിറ്റി എന്ന വേർഡ് കേട്ടിട്ടുണ്ടായിരിക്കും. ദ വേർഡ് മീനിങ് ഓഫ് എൻറ്റിറ്റി ഈസ് ഹാവിങ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. ഹാവിങ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. ഹാവിങ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇൻ ദ ഐസ് ഓഫ് ലോ. നിയമത്തിൻ്റെ മുമ്പിൽ ഒരു നിലനിൽപ്പുള്ള, സെപ്പറേറ്റ് ആയിട്ട് എക്സിസ്റ്റൻസ് ഉള്ള ഏതിനെയും നമ്മൾക്ക് എൻറ്റിറ്റി എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നോക്കുക, ഈ കാണുന്നത് ഒരു പ്രോഡക്റ്റാണ്. എന്ത് പ്രോഡക്റ്റാണ്? KP നമ്പൂതിരീസ് ടൂത്ത് പേസ്റ്റ് ആണ് നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്നത്. ഈ KP നമ്പൂതിരീസ് ടൂത്ത് പേസ്റ്റ്, ദിസ് ഈസ് നോട്ട് എൻ എൻറ്റിറ്റി. ഇതൊരു എൻറ്റിറ്റി അല്ല. ബട്ട് ദിസ് പ്രോഡക്റ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ, നിങ്ങൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ കമ്പനിയെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ആ കമ്പനിയുടെ പേര് ഇതാണ്, രാംകോ ഹെർബൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. രാംകോ ഹെർബൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രൊഡക്റ്റ്, ഈ പേസ്റ്റ് ഒരു എൻറ്റിറ്റി അല്ല, പക്ഷേ ഇത് ഉണ്ടാക്കിയ കമ്പനി ഒരു എൻറ്റിറ്റിയാണ്. രാംകോ ഹെർബൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് എൻ എൻറ്റിറ്റി. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്താ? നിയമത്തിൻ്റെ മുമ്പിൽ നമ്മൾ ബിസിനസ്സാണ് പഠിക്കുന്നത്. ഇതൊരു പ്രൊഡക്റ്റാണ്, ബിസിനസ് നമുക്ക് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണുന്ന ടൂത്ത് പേസ്റ്റ്. അപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്ന ആ ബിസിനസ് യൂണിറ്റിന് നിയമത്തിൻ്റെ മുമ്പിൽ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. നിയമത്തിൻ്റെ കണ്ണിൽ സെപ്പറേറ്റ് ആയിട്ട് നിലനിൽപ്പുള്ള ഒരു സാധനമാണ് ഒരു കമ്പനി. ക്ലിയർ? അതേപോലെ തന്നെ നിങ്ങളൊരു പുസ്തകത്തിലേക്ക് നോക്കിയാൽ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് കുറേ ഒരു ജിറാഫിനെ കാണാം. ഇതൊരു ജിറാഫ്. ഈ ജിറാഫ് ഒരു എൻറ്റിറ്റി ആണോ? അല്ല, ആ ജിറാഫ് ഒരു എൻറ്റിറ്റി അല്ല, അതൊരു ചിത്രമാണല്ലേ. അപ്പോൾ ഇനി ഒരു ഒറിജിനൽ ജിറാഫ് ആയി കഴിഞ്ഞാലും അതും എന്തല്ല, എൻറ്റിറ്റി അല്ല. പക്ഷേ ഈ ക്ലാസ് കാണുന്ന നിങ്ങൾ അല്ലെങ്കിൽ ഈ ക്ലാസ് എടുക്കുന്ന ഞാൻ ഒരു എൻറ്റിറ്റിയാണ്. ഒരു അസ്തിത്വം അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽപ്പുള്ള ഏതൊരു സംഭവത്തെയും നമുക്ക് എന്ത് വിളിക്കാം? എൻറ്റിറ്റി എന്ന് വിളിക്കാം. ദറ്റ് എൻറ്റിറ്റി റെഫേഴ്സ് ടു ഹാവിങ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇൻ ദ ഐസ് ഓഫ് ലോ. നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽപ്പുള്ള ഏതൊരു സംഗതിയെയും നമുക്ക് എന്ത് വിളിക്കാം? എൻറ്റിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ബേസിക് ടേം എന്ന് പറയുന്നത് എൻറ്റിറ്റി എന്ന കാര്യമാണ്. അപ്പോൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ മീൻസ് എ ബിസിനസ് യൂണിറ്റ് ഈസ് ആൻ എൻറ്റിറ്റി. എ ബിസിനസ് യൂണിറ്റ് ഈസ് ആൻ എൻറ്റിറ്റി.
ഞാനിപ്പോൾ ഇവിടെ വെച്ച് ഈ ക്ലാസ് ഒരുപാട് ജനറൽ ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ഇത് നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ക്ലിയർ? The term entity means a reality that has a definite individual existence. The term entity means a reality. ഒരു വസ്തുതയാണ്, റിയൽ വേൾഡ് സിറ്റുവേഷൻ ആണ്, റിയാലിറ്റി ആണ്, ഒരു സത്യമാണ്. എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. അതിനെന്തുണ്ട്? ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്, സ്വന്തമായിട്ട് നിലനിൽപ്പുണ്ട്. ബിസിനസ് എൻറ്റിറ്റി മീൻസ് എ സ്പെസിഫിക്കലി ഐഡൻറ്റിഫയബിൾ ബിസിനസ് എൻ്റർപ്രൈസ്. Business entity means a specifically identifiable business enterprise. Business entity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട്, കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട്, സ്പെസിഫിക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, ഐഡൻറ്റിഫയബിൾ, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. വി ക്യാൻ ഐഡൻറ്റിഫയബിൾ ബിസിനസ് എൻ്റർപ്രൈസ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഇൻ അവർ കോണ്ടെക്സ്റ്റ്, the term entity means business entity. Business entity means a specifically identifiable business enterprise. An accounting system is always devised for a specific business entity, also known as accounting entity. The last sentence പറയുന്നത് ഒരു accountancy system, an accounting system, accounting എന്ന് പറയുന്ന system is always devised for a specific business entity. An accounting system is always devised എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ആസൂത്രണം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രിപ്പയർഡ്, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ എ സ്പെസിഫിക് ബിസിനസ് എൻറ്റിറ്റി. അക്കൗണ്ടിങ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എ സ്പെസിഫിക് ബിസിനസ് എൻറ്റിറ്റി, ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉള്ള ഒരു ബിസിനസ് യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. Business entity is also known as accounting entity. In this situation, it is also known as accounting entity. Clear ആയോ? അപ്പോൾ മനസ്സിലാവാത്ത കുട്ടികൾ 2-3 തവണ കേൾക്കുക. ക്ലിയർ? ഞാൻ ഇപ്പോൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ കുറേ ലെങ്തായി പോകും. അതുകൊണ്ടാണ് 2-3 തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. റിയൽ ക്ലാസ് ആയിരുന്നെങ്കിൽ 5-6 തവണ എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് കുറേ ഡ്യൂറേഷൻ വരും. നിങ്ങളുടെ അത് പെട്ടെന്ന് അത് പ്രയാസം ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ക്ലിയർ? ഈ ചിത്രത്തിലേക്ക് നോക്കി, ലിസൺ ദി പിക്ചർ. എന്താ അവിടെ കാണുന്നത്? അവിടെ നിങ്ങൾക്കൊരു പഴയ കാറ് കാണാം. ആ കാറ് ഒരു എൻറ്റിറ്റി അല്ല, പക്ഷേ ആ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ മുമ്പിൽ 1-2 ഷോപ്പ് നിങ്ങൾക്ക് കാണാം. ആ ഷോപ്പ്, ആ ബിസിനസ് യൂണിറ്റ് എന്താണ്? ഒരു എൻറ്റിറ്റിയാണ്. ആ ബിസിനസ് യൂണിറ്റ് എന്താണ്? ഒരു എൻറ്റിറ്റിയാണ്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ഞാനൊരു എൻറ്റിറ്റിയാണ്. ഈ ക്ലാസ് കാണുന്ന നിങ്ങളൊരു എൻറ്റിറ്റിയാണ്. ഇനി നമ്മുടെ മനുഷ്യന്മാരുടെ എൻറ്റിറ്റി അല്ല ഇവിടെ ആവശ്യമായിട്ടുള്ളത്. നമ്മൾ അക്കൗണ്ടൻസിയാണ്, ബിസിനസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്, കൊമേഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഈ ചിത്രം ഞാൻ കൊടുത്തത്. ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ പിക്ചർ പ്രൊവൈഡ് ചെയ്തതാണ്, മനുഷ്യൻ്റെ കൊടുക്കാതെ. ക്ലിയർ? അപ്പോൾ എൻറ്റിറ്റി മീൻസ് എ ബിസിനസ് യൂണിറ്റ്. ഇൻ ദിസ്, ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റിറ്റി മീൻസ് എ ബിസിനസ് യൂണിറ്റ്. ക്ലിയർ? സെക്കൻഡ് വൺ, ബിസിനസ് ട്രാൻസാക്ഷൻ. ദ സെക്കൻഡ് ബേസിക് ടേം ഈസ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾ, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപാടുകൾ. നോക്കാം എന്താണ് മീനിങ് എന്ന് നോക്കാം. The term business transaction means an event involving some value between two or more entities. It can be a purchase of goods, a receipt of money, payment to a creditor. It can be a cash transaction or credit transaction. The term business transaction means an event involving some value between two or more entities. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an event, an business event involving, which involves some value between two or more entities. Some value between two or more entities. രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എൻറ്റിറ്റികൾ തമ്മിലുള്ള വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആണ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഇറ്റ് ക്യാൻ ബി പർച്ചേസ് ഓഫ് ഗൂഡ്സ്. ഇത് എന്തായിരിക്കാം? സാധനങ്ങൾ വാങ്ങിക്കുന്നതാവാം. ബിസിനസ് ട്രാൻസാക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇറ്റ് ക്യാൻ ബി പർച്ചേസ് ഓഫ് ഗൂഡ്സ്, റെസിപ്റ്റ് ഓഫ് മണി, പണം കിട്ടുക, റിസീവിങ് മണി ഫ്രം എ പേഴ്സൺ, പേയ്മെൻറ്റ് ടു എ ക്രെഡിറ്റർ,
ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? നമ്മൾ പണം കടം കൊടുക്കാനുള്ള ആള്. ഇപ്പോൾ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കിൽ നിന്നും സപ്പോസ് ഐ ആം റേസിംഗ് എ ലോൺ ഫ്രം 50,000 rupees ലോൺ ഫ്രം എ ബാങ്ക്. ഇൻ ദാറ്റ് കേസ് ബാങ്ക് ഈസ് എ ക്രെഡിറ്റർ ആൻഡ് ഐ ആം ഡെപ്റ്റർ. ബാങ്ക് എനിക്ക് ലോൺ തന്നു കഴിഞ്ഞാൽ ബാങ്ക് ക്രെഡിറ്റർ ആണ്, ഞാൻ ഡെപ്റ്റർ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 50,000 രൂപ ലോൺ എടുത്തു, 5,000 രൂപ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ബാങ്കിന് അടക്കുന്നു. അപ്പോൾ പേയ്മെൻറ്റ് ടു എ ക്രെഡിറ്റർ, അതും എന്താണ്? ഒരു ട്രാൻസാക്ഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി എ ക്യാഷ് ട്രാൻസാക്ഷൻ ഓർ എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ ക്യാൻ ബി ഐദർ ക്യാഷ് ട്രാൻസാക്ഷൻ ഓർ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ രണ്ട് തരത്തിലാവാം. ഒന്നുകിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ആവാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആവാം. നോക്കുക, ശ്രദ്ധിക്കുക മക്കളെ. ഇപ്പോൾ ഞാൻ ഒരു സപ്പോസ് ഐ ആം എ ബിസിനസ് മാൻ, ഞാനൊരു കച്ചവടക്കാരനാണ്. ഐ ആം പർച്ചേസിങ് ഗൂഡ്സ് ഫ്രം മൈ സപ്ലയർ. ഞാൻ എൻ്റെ സപ്ലയറുടെ അടുത്തു നിന്നും ഗൂഡ്സ് വാങ്ങിക്കുന്നു. ക്ലിയർ? അപ്പോൾ ഞാൻ വാങ്ങിക്കുന്നത് ഞാൻ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ സെല്ലർ തന്നെയാണ്. ടൂത്ത് പേസ്റ്റ് ആണ് ഞാൻ ഡീൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഒരു 100 ടൂത്ത് പേസ്റ്റ് ഞാൻ വാങ്ങിക്കുന്നു. 100 ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഒന്നുകിൽ എന്ത് ചെയ്യാം? എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസ കൊടുക്കാം, പണം കൊടുത്തിട്ട് ഓൺ ദ സ്പോട്ട് പൈസ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം. അതാണ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇനി എന്ത് ചെയ്യാം? എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് ഇരിക്കാം. അപ്പോൾ പൈസ ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഒരു 100 പ്രൊഡക്റ്റ് വേണം, പൈസ ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറയാം. അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ, ഇൻ ദ കേസ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ, ഇമ്മീഡിയറ്റ് റിസിപ്റ്റ് ഓർ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓഫ് cash takes place, whereas in the case of credit transaction, receipt or payment of money is postponed to a future date. ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ, പണമിടപാടുകൾ, പണം കൊടുക്കുക വാങ്ങുക എന്നത് ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന്. ക്ലിയർ? അപ്പോൾ എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകളെ വിളിക്കുന്ന പേരാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന്. അപ്പോൾ the term business transaction means an event involves some value which involves some value between 2 or more entities. ബിസിനസ്സും മറ്റൊരു എൻറ്റിറ്റിയും തമ്മിലുള്ള ബിസിനസ്സും കസ്റ്റമറും തമ്മിലുള്ള ഡീലിങ്സ്. ബിസിനസ് ഗവൺമെൻറ്റിന് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അതൊരു എൻറ്റിറ്റിയാണ്. ബിസിനസ് എംപ്ലോയീസിന് സാലറി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ട്രാൻസാക്ഷനാണ്. ബിസിനസ് വർക്കേഴ്സിന് വേജസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. ഇലക്ട്രിസിറ്റി ബിൽ അടച്ചു കഴിഞ്ഞാൽ അതൊരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ 2 അതിൽ കൂടുതലോ എൻറ്റിറ്റികൾ തമ്മിലുള്ള പണമിടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന്. ക്ലിയർ ആവുന്നില്ലേ? അപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 5 lakh. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 5 lakh ഈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരാൾ ബിസിനസ് 5 ലക്ഷം രൂപ കൊണ്ട് ബിസിനസ് തുടങ്ങുന്നു. അതെന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. പർച്ചേസ്ഡ് മെഷീനറി 10,000 rupees, 10,000 രൂപ കൊടുത്തിട്ട് ഒരു മെഷീൻ വാങ്ങിക്കുന്നു. അതെന്താണ്? ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. പെയ്ഡ് സാലറി 2,000 rupees, 2,000 രൂപ ശമ്പളം കൊടുക്കുന്നു. അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ പഠിച്ച രണ്ടാമത്തെ ബേസിക് ടേം എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ. ക്ലിയർ? നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ്, അസറ്റ്സ്. മൂന്നാമത്തെ ബേസിക് ടേം ഇതാണ്, അസറ്റ്സ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടത്. എന്താ അസറ്റിൻ്റെ മലയാളത്തിലുള്ള മീനിങ്? ആസ്തികൾ. ഇപ്പോൾ നിങ്ങൾ ബിസിനസ്സിലേക്കൊന്നും പോകണ്ട, നിങ്ങളുടെ വീട്ടിലേക്കൊന്നും നോക്കിയേ. നിങ്ങളുടെ പാരൻറ്റ്, നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങൾക്ക് എന്താണ് ഒരു 5 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അസറ്റാണ്. നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ അതെന്താണ്? ഒരു അസറ്റാണ് ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ അതൊരു അസറ്റാണ്. മനസ്സിലാവുന്നില്ലേ? നിങ്ങളുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതൊരു അസറ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒരു അസറ്റാണ്. ഇതേപോലെ ഒരു ബിസിനസ് യൂണിറ്റിനും അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനും എന്തുണ്ട്? ഒരുപാട് അസറ്റുകളുണ്ട്, ആസ്തികളുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾക്കൊക്കെ അസറ്റുകൾ ഉള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും അസറ്റുകളൊക്കെ ഉള്ളതുപോലെ തന്നെ ബിസിനസ് യൂണിറ്റിനും എന്താണ്? ഒരുപാട് അസറ്റുകളുണ്ട്. നമുക്ക് നോക്കാം എന്താണ് അസറ്റിൻ്റെ മീനിങ് എന്ന്. അസറ്റ്സ് ആർ മെറ്റീരിയൽ തിങ്സ് ഓർ പൊസഷൻസ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ദ ബിസിനസ്. അസറ്റ്സ് ആർ മെറ്റീരിയൽ തിങ്സ് ഓർ പൊസഷൻസ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ദ ബിസിനസ്, including the amount due to it from others.
ഫസ്റ്റ് സെൻറ്റൻസ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദീസ് ആർ അസറ്റ്സ് ആർ മെറ്റീരിയൽ തിങ്സ്. മെറ്റീരിയൽ തിങ്സ്. മെറ്റീരിയൽ തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെറ്റീരിയൽ തിങ്സ്, മെറ്റീരിയൽ ആയിട്ടുള്ള, നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള തിങ്സ്. മെറ്റീരിയൽ തിങ്സ്. മെറ്റീരിയൽ തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഐ ആം എ ബിസിനസ് മാൻ, ഞാനൊരു കച്ചവടക്കാരനാണെന്ന് കരുതുക. ഇത് എൻ്റെ കയ്യിൽ ഇതൊരു മൊബൈലാണ്. ഇതൊരു മെറ്റീരിയൽ തിങ് ആണ്. നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. മെറ്റീരിയൽ തിങ് ആണ്. ഇതെന്താണ്? എൻ്റെ അസറ്റാണ്. ഇതെന്താണ്? എൻ്റെ അസറ്റാണ്. ക്ലിയർ. ഇനി ഞാൻ എന്താണ്? ഒരു ഫാർമസ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഫാർമസിക്കൽ ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് വിചാരിക്കുക. ഫാർമസി ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ, മരുന്നൊക്കെ ഡീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇതെൻ്റെ കയ്യിൽ കുറേ സ്റ്റോക്ക് ഉണ്ട്. കുറച്ച് എന്താണ് മെഡിസിൻസ് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ മെഡിസിൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ തിങ്സ് ആണ്. മെറ്റീരിയൽ തിങ്സ് ആണ്. ഓർ പൊസഷൻസ്, അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്ന കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞ ഐ എം എ ബിസിനസ് മാൻ, ഇതിപ്പോൾ എൻ്റെ ഫാക്ടറിയാണ്. ഈ ബാക്കിൽ കാണുന്നതൊക്കെ എൻ്റെ ഫാക്ടറിയാണ്. ഇതെന്താണ്? പൊസഷനാണ്. എൻ്റെ കൈവശമുള്ള കാര്യമാണ്. ഒരു 20 സെൻറ്റ് സ്ഥലമുണ്ട്, അതിനകത്ത് കാണുന്ന ഫാക്ടറിക്കകത്ത് ഞാനിപ്പോൾ ഇരിക്കുന്നതെങ്കിൽ ഇത് പൊസഷനാണ്. ഓർ പ്രോപ്പർട്ടീസ് ഓർ അസറ്റ്സ്, നമ്മുടെ ആസ്തികൾ. ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ദ ബിസിനസ്, ഇൻക്ലൂഡിങ് ദ എമൗണ്ട് ഡ്യൂ ടു ഇറ്റ് ഫ്രം അതേഴ്സ്. ഇൻക്ലൂഡിങ് ദ എമൗണ്ട് ഡ്യൂ ടു ഇറ്റ് ഫ്രം അതേഴ്സ്. അത് ചില കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണ് ഇൻക്ലൂഡിങ് ദ എമൗണ്ട് ഡ്യൂ ടു ഇറ്റ് ഫ്രം അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു സപ്പോസ് ഐ എം എ ബിസിനസ് മാൻ, ഞാൻ എന്താണ്? ഒരു കച്ചവടക്കാരനാണ്. എന്ത് കച്ചവടക്കാരനാണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ടൂത്ത് പേസ്റ്റ് വിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഐ എം എ ടൂത്ത് പേസ്റ്റ് ട്രേഡർ. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ സ്റ്റോക്കാണ്. ഈ കാണുന്നത് എൻ്റെ സ്റ്റോക്കാണ്. ഈ പിറകിൽ ഇവിടെയൊക്കെ ആയിട്ട് ഏകദേശം ഒരു 1 ലക്ഷം ഇതുണ്ടെന്ന് വിചാരിച്ചു. ഏതാണ്? ഈ ടൂത്ത് പേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. 1 ലക്ഷം ടൂത്ത് പേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു ടൂത്ത് പേസ്റ്റിന് ഇതിന് എത്ര വില? 50 രൂപ അല്ലെങ്കിൽ 100 രൂപ കൂട്ടുക. ഒരു പേസ്റ്റിൻ്റെ വില 100 രൂപ. അപ്പോൾ 1 ലക്ഷം ടൂത്ത് പേസ്റ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ 1 lakh into 100, അത്രയും രൂപയുടെ സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്. അല്ലേ? ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ കച്ചവടക്കാരനാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രാജേഷ്. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, ഒരു ബിസിനസ് മാനാണ്. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഐ നീഡ് 100 ടൂത്ത് പേസ്റ്റ്. എനിക്ക് 100 ടൂത്ത് പേസ്റ്റ് വേണം. അയാൾ ഒരു സാധാരണ ഒരു അനാദി കച്ചവടക്കാരനാണ്. 100 ടൂത്ത് പേസ്റ്റ് വേണം. അതിൻ്റെ പണം ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറയുന്നു. അപ്പോൾ 100 ടൂത്ത് പേസ്റ്റ് വേണം, അതിൻ്റെ പണം 2 മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറയുന്നു. അപ്പോൾ അയാൾ എൻ്റെ ഒരു കസ്റ്റമറാണ്. എൻ്റെ ഒരു കസ്റ്റമറാണ് രാജേഷ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നോർമലി അയാൾക്ക് 100 ടൂത്ത് പേസ്റ്റ് കൊടുക്കും. 100 ടൂത്ത് പേസ്റ്റ് കൊടുക്കും. അപ്പോൾ 100 ടൂത്ത് പേസ്റ്റിന് ഇൻറ്റു 100 എത്രയാ? 10,000 രൂപ അയാൾ 2 മാസം കഴിഞ്ഞിട്ട് തരും. അപ്പോൾ 100 ടൂത്ത് പേസ്റ്റിൻ്റെ 10,000 രൂപ എനിക്ക് എപ്പോഴേ കിട്ടൂ? 2 മാസം കഴിഞ്ഞിട്ടേ കിട്ടൂ. അപ്പോൾ രാജേഷ് തരാനുള്ള ആ 10,000 രൂപ അതെൻ്റെ അസറ്റാണ്. ഈ ടൂത്ത് പേസ്റ്റ് എന്ന അസറ്റ് മാറിയിട്ട് ആ രാജേഷ് എന്ന അസറ്റായിട്ട് മാറും. രാജേഷ് എന്നെ സംബന്ധിച്ചിടത്തോളം ഡെപ്റ്ററാണ്. ഞാൻ സാധനങ്ങൾ കടമായിട്ട് കൊടുത്തിരിക്കുന്ന ആളാണ് രാജേഷ്. അപ്പോൾ രാജേഷ് ഇപ്പോൾ എനിക്ക് 10,000 രൂപ തരാനുണ്ട്. അപ്പോൾ രാജേഷ് എൻ്റെ ഡെപ്റ്ററാണ്, രാജേഷ് എൻ്റെ അസറ്റാണ്. 2 മാസം കഴിഞ്ഞാൽ രാജേഷ് എന്ന അസറ്റിനെ എനിക്ക് 10,000 എന്ന ക്യാഷാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതാണ് എമൗണ്ട് ഡ്യൂ ടു ഇറ്റ് ഫ്രം അതേഴ്സ് എന്ന് പറയുന്നത്. അസറ്റ്സ് ഹെൽപ്സ് ടു ജനറേറ്റ് ഇൻകം. അസറ്റ്സ് ഹെൽപ്സ് ടു ജനറേറ്റ് ഇൻകം. അസറ്റ് എന്തിനു സഹായിക്കുന്നു? ഇൻകം, വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കമ്പനിയെ സഹായിക്കുന്നു. എക്സാമ്പിൾസ് നോക്കുക. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, കമ്പനിയുടെ ലാൻഡ്, കമ്പനിയുടെ ബിൽഡിംഗ്, സ്ഥലവും ബിൽഡിങ്ങും. പ്ലാന്റ് ആൻഡ് മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി, കമ്പനിയുടെ പ്ലാന്റ്, കമ്പനിയുടെ ഫാക്ടറി റിലേറ്റഡ് പ്ലാന്റ്, അതുപോലെ തന്നെ കമ്പനിയുടെ മെഷീൻസ്. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷും കമ്പനി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷും. അതാണ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം അസറ്റാണ്. പണം മാത്രം, ലിക്വിഡ് ക്യാഷ് മാത്രമല്ല, ഒരു 50,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും അസറ്റാണ്. എപ്പോൾ വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റോക്ക്, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്, നേരത്തെ ഞാൻ പറഞ്ഞു ഞാനൊരു ടൂത്ത് പേസ്റ്റ് വിൽക്കുന്ന ആളാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ സ്റ്റോക്ക് ഒരു അസറ്റാണ്. ബിൽസ് റിസീവബിൾ, നമുക്ക് കിട്ടാനുള്ള ബില്ലുകൾ. ഇപ്പോൾ ബിൽസ് റിസീവബിൾ എന്ന ടേം ഒരു പുതിയ ടേമാണ്. ഇതൊക്കെ ഫസ്റ്റ് കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും മക്കളെ. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എളുപ്പമായിട്ട് മാറും. ഇത് മനസ്സിലായിട്ടില്ല എന്ന് കരുതിയിട്ട് ടെൻഷനൊന്നും അടിക്കാൻ വേണ്ടി പാടില്ല. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ ചോദിക്കാം.
ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഐ എം സെല്ലിങ് 100 ടൂത്ത് പേസ്റ്റ് ടു രാജേഷ്. ഞാൻ 100 ടൂത്ത് പേസ്റ്റ് രാജേഷിന് വിൽക്കുന്നു. അപ്പോൾ രാജേഷിന് വിൽക്കുന്ന സമയത്ത് എനിക്ക് രാജേഷിനെ വിശ്വാസമില്ല, ഒരു പക്ഷേ അവൻ എന്നെ പറ്റിച്ചേക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ വിൽക്കുന്ന സമയത്ത് ഒരു അഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെ ഞാൻ എന്താണ് പിന്നെ എൻ്റെ കമ്പനി രാജേഷ് എന്ന ആൾക്ക് 10,000 രൂപയുടെ ടൂത്ത് പേസ്റ്റ് വിറ്റിട്ടുണ്ട്, 2 മാസം കഴിഞ്ഞാൽ അവൻ തരും. അതിന് വേണ്ടിയിട്ട് ഒരു ബില്ല് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ ഒരു ചാപ്റ്ററായിട്ട് പിന്നീട് പഠിക്കും. അതൊരു അഗ്രിമെൻ്റാണ്. അപ്പോൾ രാജേഷ് 2 മാസം കഴിഞ്ഞിട്ട് പണം തരുന്നില്ല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ ബില്ലും കൊണ്ടൊരു കോടതിയിൽ കൊടുത്തിട്ട് അവനെതിരെ കേസ് കൊടുക്കാം. ഇനി 2 മാസം കഴിഞ്ഞിട്ട് രാജേഷ് പണം തരുമ്പം ഈ ബില്ല് ഞാൻ അവന് തിരിച്ചു കൊടുക്കും. ക്ലിയർ? അതാണ് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൺട്രി ഡെപ്റ്റേഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജേഷ് ഇല്ലേ, അത് സൺട്രി ഡെപ്റ്ററാണ്. അപ്പോൾ ഇതൊക്കെയാണ് അസറ്റ് എന്ന് പറയുന്നത്. These are material things or possessions or properties of the business, including the amount due to it from others. Assets helps to generate income. Example, land and building, plant and machine, cash in hand, cash at bank, stock, bills receivable, debtors, etc. നോക്കുക, ബിൽഡിംഗ് അസറ്റിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. ആ കാണുന്ന ഒരു വലിയ കച്ചവടക്കാരൻ്റെ ബിൽഡിംഗ് ആണ്, അത് ആ കമ്പനിയുടെ അസറ്റാണ്. മോട്ടോർ വെഹിക്കിൾ, ആ കമ്പനി വാങ്ങിച്ചിരിക്കുന്ന ട്രക്ക്, വലിയ ഒരു 10 ലോറി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 ലോറി ആ ട്രക്ക് എന്താണ്, എൻ്റെ അസറ്റാണ്. ക്യാഷ്, എൻ്റെ കയ്യിലുള്ള പണം എൻ്റെ അസറ്റാണ്, എൻ്റെ കയ്യിലുള്ള പണം എൻ്റെ അസറ്റാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക്, അതെ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണറാണ്, അവിടെ കാണുന്ന സ്റ്റോക്ക് കണ്ടില്ലേ, ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്, അതെൻ്റെ അസറ്റാണ്. അപ്പോൾ ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ്, ഇതിനൊക്കെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് അസറ്റ്സ്. അസറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദ ഫോളോയിങ് കാറ്റഗറീസ്. തുടങ്ങിയതേ ഉള്ളൂ, ഇത് കുറേ പറയാനുണ്ട്. അസറ്റിനെ നമ്മൾക്ക് ഒരുപാട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അസറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദ ഫോളോയിങ് കാറ്റഗറീസ്. ലിസൺ കെയർഫുള്ളി, വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ യുവർ SCERT ടെക്സ്റ്റ് ബുക്ക്. ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തില്ല. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്ലാസിഫിക്കേഷൻ ഐ വിൽ ഡിസ്കസ് ലേറ്റർ. ഇത് അവസാനം ഞാൻ പറയും. ഇപ്പം ഞാനിത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡയഗ്രമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് ഇങ്ങനെ പഠിച്ചാലും മതി, കുഴപ്പമില്ല. അവസാനം ഞാൻ പറയും ടെക്സ്റ്റ് ബുക്ക് പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ പിന്നീട് പറയും. ഇതിപ്പോൾ എന്താണ്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പഴയ ക്ലാസിഫിക്കേഷനാണ്, പഴയ ടെക്സ്റ്റിലുള്ള ക്ലാസിഫിക്കേഷനാണ്, അതാണ് ശരിക്കും ഈസി. അപ്പോൾ അസറ്റ്സിനെ നമുക്ക് പ്രധാനമായിട്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വി ക്യാൻ ക്ലാസിഫൈ assets of a company mainly into 2 categories. The first one is fixed asset and the second one is current asset. അസറ്റിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ഫിക്സഡ് അസറ്റ് ആണ്, രണ്ടാമത്തത് കറണ്ട് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റിന് 2 ക്ലാസിഫിക്കേഷനാണ്, ഫിക്സഡ് അസറ്റിനെ 4 ആയിട്ട് നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. The first one is tangible asset, the second one is intangible asset, the third one is wasting asset and the fourth one is fictitious assets. എന്താണ്? Fixed asset is again classified into 4: tangible asset, intangible asset, wasting asset and fictitious assets. Clear? The second one is current asset. The second one is current asset. Current assetന് അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല, ഈ കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾസ് ആണ്. ഇത് കറണ്ട് അസറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജനറൽ ആയിട്ട് ഇതൊരു മീനിങ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇത് 4 ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, വേസ്റ്റിംഗ്, ഫിക്റ്റീഷ്യസ്. ഈ കാണുന്നത് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ എക്സാമ്പിൾസ് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ടു ബാങ്ക്. ഇൻവെന്ററി മീൻസ് സ്റ്റോക്ക്, കമ്പനിയുടെ കയ്യിലുള്ള സ്റ്റോക്ക്. ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബിൽസ് റിസീവബിൾസ് തന്നെയാണ്. ബിൽസ് റിസീവബിൾസ്. അതർ കറണ്ട് അസറ്റ്, വേറെയും കുറേ സൺട്രി ഡെപ്റ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇതൊക്കെ കറണ്ട് അസറ്റുകളാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇനി ഞാൻ ഈ ക്ലാസ് ഏകദേശം ഒരു 40 മിനിറ്റ്സ് എങ്കിലും ഉണ്ടാവും, കാരണം വേറെ രക്ഷയില്ല. ഒരു 3 ബേസിക് ടേമെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരുപാട് സമയം എടുത്തേക്കാം ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഹിയർ ഇറ്റ്സെൽഫ് ഐ എം ഗിവിംഗ് സിമ്പിൾ ഐഡിയ റിഗാർഡിംഗ് ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്. അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ആസ്തി എന്ന് പറയും. 2 തരത്തിലുള്ള അസറ്റുകളാണുള്ളത്, ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. Fixed assets are those assets which are acquired relatively for a longer period of time. അതായത് ഒരു 10, 20, 25, 30 വർഷത്തേക്ക് വേണ്ടി നമ്മൾ അക്വയർ ചെയ്യുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് അസറ്റുകൾ എന്ന്. എക്സാമ്പിൾ, നമ്മൾ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ
നമ്മൾ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങിക്കുന്നത് കമ്പനി എത്ര കാലമുണ്ടോ അല്ലെങ്കിൽ ഒരു 10 കൊല്ലോ 20 കൊല്ലത്തേക്കെങ്കിലും നമുക്ക് ആ മെഷീൻ ഉപയോഗിക്കണം. കമ്പനി ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 70 കൊല്ലം ആ ബിൽഡിംഗ് യൂസ് ചെയ്യണം ഇല്ലേ? അതാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ദീർഘകാലയളവിലേക്കായി നമ്മൾ വാങ്ങിക്കുന്ന അസറ്റുകൾ ഫിക്സഡ് അസറ്റാണ്. പക്ഷേ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ആർ അക്വയർഡ് റിലേറ്റീവ്ലി ഫോർ എ ഷോർട്ടർ പീരിയഡ് ഓഫ് ടൈം, ദാറ്റ് ഈസ് മാക്സിമം 1 year. 1 വർഷം വരെ പരമാവധി കാലയളവിലേക്കായിട്ട് നമ്മൾ അക്വയർ ചെയ്യുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് കറണ്ട് അസറ്റ്സ് എന്ന്. ഇപ്പം നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട, 5 തവണയെങ്കിലും ക്ലാസ് കാണും, എന്നാലേ മനസ്സിലാവുള്ളൂ. ക്ലിയർ? അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ദ ഫസ്റ്റ് വൺ ഈസ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നോൺ കറണ്ട് അസറ്റ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? നോൺ കറണ്ട് അസറ്റ് എന്നുകൂടെ ഇതിനെ അറിയപ്പെടാറുണ്ട്. നോക്കുക, അസറ്റ്സ് വിച്ച് ആർ അക്വയർഡ് ഫോർ റിലേറ്റീവ്ലി ലോങ്ങർ പീരിയഡ്സ് ഫോർ ക്യാരിയിങ് ഓൺ the business are called fixed assets. Assets which are acquired relatively for longer period for carrying on the business are called fixed asset. ഒരു ദീർഘകാലയളവിലേക്ക് 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ 20 വർഷത്തേക്കോ 25 വർഷത്തേക്കൊക്കെ വേണ്ടി നമ്മൾ അക്വയർ ചെയ്യുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് അസറ്റുകൾ എന്ന്. അസറ്റ്സ് വിച്ച് ആർ അക്വയർഡ് ഫോർ റിലേറ്റീവ്ലി ലോങ്ങർ പീരിയഡ്സ് ഫോർ ക്യാരിയിങ് ഓൺ ദ ബിസിനസ്. ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ്. ഫോർ ക്യാരിയിങ് ഓൺ ദ ബിസിനസ് ആർ കോൾഡ് ഫിക്സഡ് അസറ്റ്സ്. ദേ ഹെൽപ്പ് ഇൻ ദ ജനറേഷൻ ഓഫ് ഇൻകം ആൻഡ് നോട്ട് മെൻറ്റ് ഫോർ റീസെയിൽ. ഈ ഫിക്സഡ് അസറ്റുകൾ എന്തിനു സഹായിക്കുന്നു? ദേ ഹെൽപ്സ് ദ ജനറേഷൻ ഓഫ് ഇൻകം. കമ്പനിക്ക് വരുമാനമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഫിക്സഡ് അസറ്റുകൾ ഒരു എക്സാമ്പിൾ പറയാം. കമ്പനി 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിനകത്ത് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതൊക്കെ അപ്പോൾ 10 സെൻറ്റ് സ്ഥലം, ലാൻഡ് ഫിക്സഡ് അസറ്റാണ്. മെഷീൻ ഫിക്സഡ് അസറ്റാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ഫിക്സഡ് അസറ്റാണ്. ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? കമ്പനി പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വിറ്റിട്ട് പണം ഉണ്ടാക്കണം, വരുമാനം ഉണ്ടാക്കണം. അപ്പോൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പനിയെ സഹായിക്കുന്നത് ഏതാണ്? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സഡ് അസറ്റുകൾ വാങ്ങുന്നത്. എക്സാമ്പിൾസ് നോക്കുക. ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, കമ്പനിയുടെ സ്ഥലം, കമ്പനിയുടെ ബിൽഡിംഗ്. പ്ലാന്റ് ആൻഡ് മെഷീനറി, കമ്പനിയുടെ ബിസിനസ് പ്ലാന്റ്, ബിസിനസ്സിനകത്തുള്ള മെഷീൻസ്. പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യം എന്നുള്ളൊരു മീനിങ് അല്ല, ഇവിടെ ചെടി എന്നുള്ളൊരു മീനിങ് അല്ല. നമ്മൾ സാധാരണ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഫാക്ടറിക്കകത്ത് കാണുന്ന സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ് പ്ലാന്റ് ആൻഡ് മെഷീൻ. ബിസിനസ് പ്ലാന്റ് എന്ന് പറയും, പ്ലാന്റ് ആൻഡ് മെഷീനറി. ഫർണിച്ചർ, കമ്പനിയുടെ ഫർണിച്ചർ, കമ്പനിയിൽ വാങ്ങിച്ചിരിക്കുന്ന ഫേർണിച്ചേഴ്സ് ഇല്ലേ? ഫേർണിച്ചർ കണ്ടിട്ടില്ലേ നിങ്ങളുടെ വീട്ടിലൊക്കെ അല്ലേ? കട്ടിൽ, ഇതൊക്കെ ടേബിള്, ഇതൊക്കെ ഫേർണിച്ചറാണ്. അപ്പോൾ കമ്പനി വാങ്ങിച്ചിരിക്കുന്ന ഫേർണിച്ചേഴ്സ്. കമ്പ്യൂട്ടേഴ്സ്, കമ്പനിയിൽ വാങ്ങിച്ചിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സ്. മോട്ടോർ വെഹിക്കിൾസ്, കമ്പനിയുടെ വാഹനങ്ങൾ. കമ്പനിക്ക് 10 ലോറിയും ഒരു 5 കാറും ഉണ്ടെങ്കിൽ അത് കമ്പനിയുടെ ഫിക്സഡ് അസറ്റാണ്. ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, കമ്പനിക്ക് ഒരു 25 ലക്ഷം രൂപ കമ്പനി 5 വർഷത്തേക്ക് ബാങ്കിൽ FD ഇട്ടു, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടു. അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതും കമ്പനിയുടെ ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ നോക്കുക, കമ്പനിയുടെ പ്ലാന്റ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കമ്പനിയുടെ പ്ലാന്റ് ആ കാണുന്നത് ഒരു കമ്പനിയുടെ ഒരു ഒരു പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിലെ ഒരു കമ്പനിയുടെ പ്ലാന്റ് ആണ് ഈ കാണുന്നതെന്ന് വിചാരിക്കുക. ബിൽഡിംഗ്, ആ കമ്പനിയുടെ ബിൽഡിംഗ്. കമ്പനിയുടെ മോട്ടോർ വെഹിക്കിൾസ്, കമ്പനിയുടെ ട്രക്ക്, ഇതൊക്കെ കമ്പനിയുടെ ഫിക്സഡ് അസറ്റുകളാണ്. ഈ സ്ക്രീനിൽ കാണുന്നതൊക്കെ കമ്പനിയുടെ ഫിക്സഡ് അസറ്റുകളാണ്. അപ്പോൾ എന്താ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫിക്സഡ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ആർ അക്വയർഡ് ഫോർ റിലേറ്റീവ്ലി ലോങ്ങർ പീരിയഡ്സ് ഫോർ ക്യാരിയിങ് ഓൺ ദ ബിസിനസ്. എന്താണ്? ഒരു 20, 25, 30 വർഷം എന്ന കാലയളവിലേക്ക്, അല്ലെങ്കിൽ 5-ലധികം വർഷം കാലാവധിയിലേക്ക് നമ്മൾ അക്വയർ ചെയ്യുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് അസറ്റ് എന്ന്. ഈ ഫിക്സഡ് അസറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇൻകം, പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം, അതിനെ വിറ്റിട്ട് പണം ഉണ്ടാക്കാം. അപ്പോൾ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വാങ്ങിക്കുന്നത്. ആൻഡ് ദേ ആർ നോട്ട് മെൻറ്റ് ഫോർ റീസെയിൽ. നമ്മൾ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ട്രക്ക് വാങ്ങിച്ചിരിക്കുന്നത് നോട്ട് ഫോർ റീസെയിൽ, നമുക്ക് വേറൊരാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ടല്ല. ഇതുവഴി എന്ത് ചെയ്യണം? നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് റീസെയിൽ, മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, റീസെയിൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഫിക്സഡ് അസറ്റുകൾ അക്വയർ ചെയ്യുക. ക്ലിയർ? ഇനി ഫിക്സഡ് അസറ്റിനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം.
നേരത്തെ പഠിച്ചു. ഫിക്സഡ് അസറ്റ്സ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ദ ഫോളോയിങ് കാറ്റഗറീസ്. നമുക്ക് ഫിക്സഡ് അസറ്റുകളെ 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തേത് ടാഞ്ചിബിൾ അസറ്റ് ആണ്, ടാഞ്ചിബിൾ അസറ്റ് ആണ്. രണ്ടാമത്തേത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, ഇൻടാഞ്ചിബിൾ അസറ്റ്. The third one wasting asset, മൂന്നാമത്തേത് wasting asset ആണ്. And the fourth one fictitious assets, and the fourth one is fictitious assets. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഫിക്സഡ് അസറ്റിനെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സ്ക്രീനിൽ നമ്മൾ കണ്ടത് ഫിക്സഡ് അസറ്റിനെ കുറിച്ചിട്ടാണ്. അതിനെ തന്നെ 4 തരമുണ്ട്. ഏതൊക്കെയാ? ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, വേസ്റ്റിംഗ് ആൻഡ് fictitious. നമുക്ക് നോക്കാം ഓരോ പോയിന്റും. The first one is tangible asset. The first one is tangible asset. The first one is tangible assets. എന്താ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി സീൻ ഓർ ടച്ച്, കാണാനും തൊടാനും പറ്റുക എന്നതാണ് ടാഞ്ചിബിൾ എന്ന വേർഡിൻ്റെ അർത്ഥം. ക്യാൻ ബി സീൻ ഓർ ടച്ച്, നമുക്ക് കാണാനും പറ്റും, നമുക്ക് തൊടാനും പറ്റുന്ന അസറ്റുകൾ. അസറ്റ്സ് ഹാവിങ് definite shape and physical existence are called tangible assets. Assets having definite shape and physical existence are called tangible assets. എന്താണ്? ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പും അതുപോലെ തന്നെ ഫിസിക്കൽ എക്സിസ്റ്റൻസും ഭൗതികമായിട്ടുള്ള നിലനിൽപ്പുമുള്ള നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന അസറ്റുകളെ വിളിക്കുന്ന ഫിക്സഡ് അസറ്റുകളെ വിളിക്കുന്ന പേരാണ്. കാണാനും തൊടാനും പറ്റുന്ന ഫിക്സഡ് അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ടാഞ്ചിബിൾ അസറ്റുകൾ എന്ന്. എക്സാമ്പിൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, കമ്പനിയുടെ ലാൻഡ്, കമ്പനിയുടെ ബിൽഡിംഗ്. പ്ലാന്റ് ആൻഡ് മെഷീൻ, കമ്പനിയുടെ മെഷീൻ. ഫേർണിച്ചേഴ്സ്, ഇതൊക്കെ എന്താണ്? ടാഞ്ചിബിൾ ആണ്. അപ്പം നോക്കുക, ഇറ്റ് ക്യാൻ ബി സീൻ ഓർ ടച്ച്, നമുക്ക് കാണാനും പറ്റും, നമുക്ക് തൊടാനും പറ്റും. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ടാഞ്ചിബിൾ അസറ്റ്, ഒന്നാമത്തെ ടൈപ്പ് ഫിക്സഡ് അസറ്റ് ടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ രണ്ടാമത്തത് നിങ്ങൾക്ക് ഏകദേശം ഗസ് ചെയ്യാം, ഇൻടാഞ്ചിബിൾ ആണ്. ഇൻടാഞ്ചിബിൾ ആണ്. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനും പറ്റില്ല, തൊടാനും പറ്റില്ല. കനോട്ട് ബി സീൻ ഓർ കനോട്ട് ബി ടച്ച്. നമുക്ക് കാണാനും തൊടാനും പറ്റാത്ത ഫിക്സഡ് അസറ്റുകൾ ഉണ്ട്. അതെന്താ? അപ്പം കാണാനും തൊടാനും പറ്റാത്ത ഫിക്സഡ് അസറ്റുകൾ ഉണ്ട്, നമുക്ക് പഠിക്കാം. അസറ്റ്സ് ഹാവിങ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബട്ട് ആർ റെപ്രസെൻറ്റഡ് ബൈ rights in certain things are called intangible assets. Assets having no physical existence. Assets having no physical existence. ഇതിന് എന്തില്ല? സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല, സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. ബട്ട് ആർ റെപ്രസെൻറ്റഡ് ബൈ റൈറ്റ്സ് ഇൻ certain things are called intangible assets. പക്ഷേ ഇതിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? റെപ്രസെൻറ്റഡ് ബൈ റൈറ്റ്സ്, അവകാശങ്ങളാണ്. റൈറ്റ്സ് ഇൻ സെർട്ടൻ തിങ്സ്, ചില കാര്യങ്ങളിലുള്ള അവകാശങ്ങളായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഈ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് മീൻസ് അസറ്റ്സ് ഹാവിങ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബട്ട് ആർ റെപ്രസെൻറ്റഡ് ബൈ റൈറ്റ്സ് ഇൻ സെർട്ടൻ തിങ്സ്. ഇതിന് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല, പക്ഷേ എന്താണ്? ചില അവകാശങ്ങളുടെ രൂപത്തിൽ ഇത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. നമുക്ക് കാണാനും തൊടാനും പറ്റാത്ത അസറ്റുകളാണ് ഇൻടാഞ്ചിബിൾ അസറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഗുഡ് വില്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളുകളാണ്. ഗുഡ് വിൽ, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളുകളാണ്. ചില കുട്ടികൾക്കൊക്കെ ഇപ്പോഴും സംശയം വന്നിട്ടുണ്ടാവും, എന്താപ്പാ ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളൊരു സംശയം ഇപ്പോൾ ചില കുട്ടികൾക്കുണ്ടാവും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഒരു പുതിയ കച്ചവടക്കാരനാണ്. ഐ എം പ്ലാനിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു. എന്താണെന്നറിയോ? സോപ്പ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി, നല്ല അടിപൊളി സോപ്പ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി. അപ്പോൾ ഒന്നുകിൽ എനിക്ക് എന്ത് ചെയ്യാം? ഒരു പുതിയ ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് എനിക്ക് സോപ്പ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും സോപ്പ്, ഓൾറെഡി നിലവിലുള്ള സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനിക്കാർ ഓൾറെഡി നിലവിൽ മാർക്കറ്റിലുള്ള സോപ്പ് ഏതെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഫാക്ടറി തുടങ്ങാം. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ന്യൂസ് കിട്ടി. സന്തൂർ, ഇത് കണ്ടിട്ടില്ലേ? സന്തൂർ ഈ കമ്പനി ഈ പ്രോഡക്റ്റ്, ഈ പേര് വിൽക്കാൻ തയ്യാറാണ്. അവർക്ക് ഈ പേര് വേണ്ട, അവർ പുതിയ പേരിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ദേ ആർ റെഡി ടു സെൽ ദിസ് ഫാക്ടറി. ഈ സന്തൂർ സോപ്പ് ഉണ്ടാക്കുന്ന ഇത് ഉണ്ടാക്കുന്ന വിപ്രോൻ്റെ പ്രൊഡക്റ്റാണ്, അവർ വിൽക്കാനൊന്നും പോകുന്നില്ല. ഞാൻ വെറുതെ പറയുന്നു. അവരെന്താണ് ദേ ആർ റെഡി ടു സെൽ ദർ ബിസിനസ് യൂണിറ്റ്. അപ്പോൾ അവരുടെ ടോട്ടൽ അസറ്റൊക്കെ നോക്കുന്ന സമയത്ത് ഒരു 500 കോടി കിടക്കട്ടെ, ഒരു 500 crores ഫാക്ടറിയാണ് അവർക്കുള്ളത്. അപ്പോൾ 500 കോടി രൂപ അവരുടെ ഫാക്ടറിയുടെ റേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ 500 കോടി കൊടുത്താൽ എനിക്ക് അവർ ആ ബിസിനസ് തരുമോ? ഇല്ല.
ഈ പേര്, ഈ സന്തൂർ എന്ന് പറയുന്ന ഈ ഒരു ഇമേജ്, ഇതിനൊരു ഗുഡ് വിൽ ഉണ്ട്, സൽപ്പേരുണ്ട്, ഒരു ഇമേജ് ഉണ്ട്. ജനങ്ങളുടെ മനസ്സിനകത്ത് സന്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്, നല്ല സോപ്പാണ് എന്നുള്ളൊരു എത്രയോ വർഷങ്ങളായിട്ട് ടി വിയിലേക്ക് അഡ്വർടൈസ്മെന്റ് ഇല്ലേ, മഞ്ഞളും ചന്ദനവും ഒത്തുചേരും സന്തൂർ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ കേട്ടില്ലേ നിങ്ങൾ? അപ്പം അങ്ങനെ പാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ മനസ്സിനകത്ത് സന്തൂർ എന്ന സോപ്പിനൊരു ഇമേജ് ഉണ്ട്. അതാണ് ആ സന്തൂർ സോപ്പിന്റെ ഗുഡ് ഇമേജ് അല്ലെങ്കിൽ ഗുഡ് വിൽ എന്ന് പറയുന്നത്. അതിന് തന്നെ 500 കോടി ഫാക്ടറിയുടെ റേറ്റ്, ഒരു 400 കോടി രൂപ ഈ സന്തൂർ എന്ന പേരിന് ഞാൻ കൊടുക്കേണ്ടി വരും. 400 കോടി എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ഗുഡ് വില്ലിന്റെ പൈസയാണ്, ഗുഡ് ഇമേജിന്റെ പൈസയാണ്. അപ്പോൾ കുറേ വർഷം അത് ഫംഗ്ഷൻ ചെയ്തതുകൊണ്ട് ആ കമ്പനി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗുഡ് വിൽ. അപ്പോൾ അതൊന്നും നമുക്ക് കാണാനോ തൊടാനോ പറ്റില്ല, പക്ഷെ അതിന് വലിയൊരു പണമുണ്ട്, വലിയൊരു മൂല്യം. ഈ ബ്രാൻഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇല്ലേ? നമ്മളിപ്പോൾ ഒരു ഷർട്ടൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ബ്രാൻഡഡ് ഷർട്ടൊക്കെ ആണെങ്കിൽ എന്താണ്, അതിന് ആൾക്കാരുടെ മുമ്പിലിട്ട് നടക്കുമ്പോൾ നമുക്കൊരു ഇമേജ് കിട്ടാറുണ്ട്, അതിൻ്റെ ബ്രാൻഡ് വാല്യൂ ആണ്. ക്ലിയർ ആവുന്നില്ല? അപ്പോൾ അതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഹാവിങ് no physical existence but are represented by rights in certain things are called intangible asset. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. ഗുഡ് വിൽ, കമ്പനിയുടെ ഗുഡ് വില്. പേറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാനുള്ള രീതി. ഇപ്പം ഒരു എക്സാമ്പിൾ നോക്കി, ഇപ്പോൾ കൊക്കക്കോളയുടെ ടേസ്റ്റ് നിങ്ങൾക്കറിയില്ലേ, കൊക്കക്കോള എന്താണെന്നുള്ള കാര്യം. ആ കൊക്കക്കോള ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ മെത്തേഡ് ഉണ്ട്, അത് അതിൻ്റെ പേറ്റന്റ് ആണ്, അത് ആ കമ്പനിക്ക് മാത്രം അവകാശപ്പെട്ട കാര്യമാണ്. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള പ്രൊഡക്റ്റിൻ്റെ ഒക്കെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പേരിൻ്റെ മുകളിൽ TM എന്ന് കാണാം, ട്രേഡ് മാർക്ക് എന്ന് കാണാം. അത് രജിസ്റ്റേർഡ് ആണ്, അത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ട്രേഡ് ആൻഡ് മെർക്കൻഡൈസ് മാർക്ക് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ബ്രാൻഡുകളെ വിളിക്കുന്ന പേരാണ് ട്രേഡ് മാർക്കുകൾ എന്ന്. അപ്പം ഇതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റുകളാണ്, കമ്പനിയുടെ ഇൻടാഞ്ചിബിൾ അസറ്റുകളാണ്. അപ്പം ആദ്യത്തെ രണ്ടെണ്ണം ടാഞ്ചിബിൾ അസറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇനി മൂന്നാമത്തത് വേസ്റ്റിംഗ് അസറ്റ് ആണ്. ഇതിന് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി പോകാനേ ഉള്ളൂ. വേസ്റ്റിംഗ് അസറ്റ്, assets which gets exhausted to the extent of extraction are called wasting assets. Assets which gets exhausted. Wasting asset എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റുകൾ തന്നെയാണ് വിച്ച് ഗെറ്റ്സ് എക്സോസ്റ്റ്, അത് ഇല്ലാതായി പോകും, എക്സോസ്റ്റ് ആയിട്ട് പോകും, ഒന്ന് വാല്യൂ ഇല്ലാതായിട്ട് മാറും. ടു ദ എക്സ്റ്റെൻഡ് ഓഫ് എക്സ്ട്രാക്ഷൻ, നമ്മൾ യൂസ് ചെയ്യുന്നതിന് ആനുപാതികമായിട്ട്, നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് അത് എക്സോസ്റ്റ് ആയിട്ട് പോകും, വാല്യൂ ഇല്ലാതായിട്ട് മാറുന്ന, അതിൻ്റെ വില 0 മാറുന്ന അസറ്റ്, എക്സോസ്റ്റ് ആയിട്ട് പോകുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റുകളാണ്. എക്സാമ്പിൾ മൈൻസ്, ഖനികൾ, ക്വാറി, ഓയിൽ ഫീൽഡ്, ഇതൊക്കെ വേസ്റ്റിംഗ് അസറ്റിൻ്റെ എക്സാമ്പിളുകളാണ്. ഇപ്പം നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കുക, അത് ഒരു മൈനാണ്, ഒരു ഖനിയാണ്. എന്താണ് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മെറ്റൽസ് ഒക്കെ കുഴിച്ചെടുക്കുന്നത് ഭൂമിക്കടിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്ത്, അയൺ ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക, ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു 100 ഏക്കർ സ്ഥലം നമ്മൾ അക്വയർ ചെയ്തു. അവിടെ ഇഷ്ടം പോലെ ഇരുമ്പിൻ്റെ ധാതുക്കൾ ഉണ്ടെന്ന് വിചാരിക്കുക, അത് നമ്മൾ അക്വയർ ചെയ്യും. അപ്പോൾ ഒരു 10 വർഷം നമ്മൾ അവിടെ കുഴിച്ച് ഖനികൾ ഉണ്ടാക്കിയിട്ട് കുഴിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ 10 ഏക്കർ സ്ഥലം വേസ്റ്റ് ആയിട്ട് മാറി, പിന്നെ അവിടെ നിന്ന് ഒന്നും കിട്ടില്ല. അതാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പം അസറ്റ്സ് വിച്ച് ഗെറ്റ്സ് എക്സോസ്റ്റഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് എക്സ്ട്രാക്ഷൻ ആർ കോൾഡ് വേസ്റ്റിംഗ് അസറ്റ്. നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റ് ആയിട്ട് പോകുന്ന, വാല്യൂ ഇല്ലാതായിട്ട് മാറുന്ന അസറ്റുകളാണ് വേസ്റ്റിംഗ് അസറ്റ്. ഖനികൾ, ക്വാറികൾ, ഓയിൽ ഫീൽഡ്, പെട്രോളിയം പ്രൊഡക്റ്റുകളൊക്കെ കുഴിച്ചെടുക്കുന്ന ഓയിൽ ഫീൽഡുകൾ, എണ്ണപ്പാടങ്ങളൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്, വേസ്റ്റിംഗ് അസറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നാലാമത്തത് ഫിക്റ്റീഷ്യസ് അസറ്റുകളാണ്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്നതാണ് നാലാമത്തെ ടൈപ്പ് ഫിക്സഡ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റ് മീൻസ് വാല്യൂലെസ് അസറ്റ്, മൂല്യമില്ലാത്ത ആസ്തികൾ, വാല്യൂലെസ് അസറ്റ് ഫിക്റ്റീഷ്യസ് ആണ്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് മീൻസ് അസറ്റ്സ് വിച്ച് ഹാവ് നോ വാല്യൂ, അതിന് വാല്യൂ ഇല്ല, ബട്ട് ആർ ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺലി ഫോർ ടെക്നിക്കൽ റീസൺസ്. പക്ഷേ അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റ്, അസറ്റ് കാണിക്കുക ബാലൻസ് ഷീറ്റിലാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല. ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കുന്നത് ഡ്യൂ ടു സം ടെക്നിക്കൽ റീസൺസ്, ചില സാങ്കേതികപരമായിട്ടുള്ള ചില അക്കൗണ്ടൻസിയുടെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന്. എക്സാമ്പിൾസ് നോക്കുക, പ്രിലിമിനറി എക്സ്പെൻസസ്,
ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഇതൊക്കെ എക്സാമ്പിളുകളാണ്. ഇപ്പം ആ എക്സാമ്പിളിൻ്റെ പേര് മാത്രം നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്താൽ മതി. അതെന്താണ് എന്നൊന്ന് നോക്കണ്ട, അതൊക്കെ പിന്നീട് പഠിക്കാം. ഇങ്ങനെ ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമല്ല ആ ടേംസ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ ഒരു 15 മിനിറ്റ് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ബൈഹാർട്ട് ദ എക്സാമ്പിൾസ്. പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഫിക്ടീഷ്യസ് അസറ്റ്സ്. അപ്പം വാല്യൂ ഇല്ലാത്ത, യഥാർത്ഥത്തിൽ റിയൽ വാല്യൂ ഇല്ലാത്ത അസറ്റുകളാണ് ഫിക്ടീഷ്യസ് അസറ്റ്സ്. ബട്ട് ആർ ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഡ്യൂ ടു സം ടെക്നിക്കൽ റീസൺസ്. ചില സാങ്കേതികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇതിനെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്നു എന്ന് മാത്രം. എക്സാമ്പിൾസ് ഒന്ന് പഠിക്കുക. പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എക്സെട്ര. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ കാര്യം കഴിഞ്ഞു, ഫിക്സഡ് അസറ്റ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് അസറ്റിന്റെ 2 ക്ലാസിഫിക്കേഷൻ ആണ്. ആദ്യത്തത് ഫിക്സഡ് അസറ്റ് ആണ്, രണ്ടാമത്തത് കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് അസറ്റ് കറണ്ട് അസറ്റ്സ്. അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരിയഡ് ആർ കോൾഡ് കറണ്ട് അസറ്റ്സ്. അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരിയഡ് ആർ കോൾഡ് കറണ്ട് അസറ്റ്സ്. ഒരു ചുരുങ്ങിയ കാലയളവിലേക്കായി നമ്മൾ കൈവശം വെക്കുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് കറണ്ട് അസറ്റുകൾ എന്ന്. അസറ്റ്സ് which are held for a short period are called current assets. ഈ ഷോർട്ട് പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 1 year, 1 വർഷം വരെ, പരമാവധി 1 വർഷം വരെ നമ്മൾ കൈവശം വെക്കുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് കറണ്ട് അസറ്റ് എന്ന്. ദീസ് ആർ അസറ്റ്സ് അക്വയർഡ് വിത്ത് ആൻ ഇന്റൻഷൻ ഓഫ് കൺവേർട്ടിംഗ് ദം ഇൻ ടു ക്യാഷ് ഓർ കൺസ്യൂമിംഗ് ദം during the normal operating cycle of business, that is within 1 year. ഇതെന്താണ്? These are assets acquired with an intention of converting them into cash. ഇതെന്തിന്? അസറ്റുകൾ തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് these are assets acquired, നമ്മൾ നേടിയെടുക്കുന്നു. acquiring, we are purchasing with an intention, എന്ത് ആഗ്രഹം വെച്ചുകൊണ്ട്? with an intention of converting them into cash. അതായത് പണമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് വരുന്ന ഉടനെ തന്നെ, ഇൻ ദ നിയർ ഫ്യൂച്ചർ, ഉടൻ വരുന്ന ഭാവിയിൽ തന്നെ നമ്മൾ അതിനെ ക്യാഷ് ആക്കി മാറ്റും. ഓർ കൺസ്യൂമിങ് ദം ഡ്യൂറിങ് ദ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് ബിസിനസ്, ദാറ്റ് ഈസ് 1 year. 1 വർഷത്തിനകത്ത് പണമാക്കി മാറ്റാനോ അല്ലെങ്കിൽ 1 വർഷത്തിനകത്ത് ഉപയോഗിക്കാനോ വേണ്ടി നമ്മൾ അക്വയർ ചെയ്യുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് കറണ്ട് അസറ്റ്സ് എന്ന്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടേമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ബോർഡൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു ക്ലാസ് ക്ലിയർ ആയിട്ട് എടുത്തു തരാം. ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കുക. എക്സാമ്പിൾസ് നോക്കുക. സൺട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, കമ്പനിയുടെ കയ്യിലുള്ള സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾസ്, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. രാജേഷിന് 100 സോപ്പ് പേസ്റ്റ് വിറ്റ കഥയൊക്കെ പറഞ്ഞില്ലേ, അതുതന്നെയാണ് ബിൽസ് റിസീവബിൾ. ക്യാഷ് ഇൻ ഹാൻഡ്, കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷ്. ക്യാഷ് അറ്റ് ബാങ്ക്, കമ്പനി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ്. അപ്പോൾ നോക്കുക, എക്സാമ്പിൾസ് നോക്കുക. ഡെപ്റ്റേഴ്സ്, സൺട്രി ഡെപ്റ്റേഴ്സ്. ആ ചിത്രത്തിലേക്ക് നോക്കിയേ. നേരത്തെ കഥ ഓർമ്മയില്ലേ? ഞാൻ രാജേഷിന് 100 പേസ്റ്റ് വിൽക്കുന്നു. അപ്പോൾ രാജേഷ് 10,000 രൂപ എനിക്ക് തരാനുണ്ട്. അപ്പോൾ രാജേഷ് എൻ്റെ ഡെപ്റ്ററാണ്, രാജേഷ് എൻ്റെ അസറ്റാണ്. 1 വർഷത്തിനുള്ളിൽ രാജേഷിനെ ഞാൻ ക്യാഷ് ആക്കി മാറ്റും. അതാണ് സൺട്രി ഡെപ്റ്റ്. ഇനി ക്യാഷ് ഇൻ ഹാൻഡ്, കമ്പനിയുടെ കയ്യിലുള്ള പണം. ക്യാഷ് ഇൻ ഹാൻഡ്. സ്റ്റോക്ക് ഓഫ് ഗൂഡ്സ്, കമ്പനിയുടെ കയ്യിലുള്ള സ്റ്റോക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു കച്ചവടക്കാരനാണ്. ആ കാണുന്ന ഈ 4ാമത്തെ ചിത്രം എൻ്റെ സ്റ്റോക്കാണ്. ഒരുപാട് സാധനങ്ങൾ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? കസ്റ്റമേഴ്സിന് വിൽക്കാനാണ്. 1 വർഷത്തിനുള്ളിൽ വിൽക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. ഇങ്ങനെയുള്ള അസറ്റുകളാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പം അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരിയഡ് ആർ കോൾഡ് കറണ്ട് അസറ്റ്സ്. അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ്, കൈവശം വെക്കുക, ഷോർട്ട് പീരീഡ്, 1 വർഷം വരെ, പരമാവധി 1 വർഷം വരെ കാലയളവിലേക്കായി നമ്മൾ കൈവശം വെക്കുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് കറണ്ട് അസറ്റുകൾ എന്ന്. ദീസ് ആർ അസറ്റ്സ് അക്വയർഡ് വിത്ത് ആൻ ഇന്റൻഷൻ ഓഫ് കൺവേർട്ടിംഗ് ദം ഇൻടു ക്യാഷ്. ദീസ് ആർ അസറ്റ്സ്, ഇത് അസറ്റുകൾ തന്നെയാണ്.
അക്വയർഡ് വിത്ത് an intention of converting them into cash. എന്തിനു വേണ്ടിയിട്ട് അക്വയർ ചെയ്യുന്നു? പണമാക്കി മാറ്റുക എന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ അക്വയർ ചെയ്യുന്നു. ഓർ കൺസ്യൂമിങ് ദം വിത്തിൻ 1 year, അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഉപയോഗിക്കുക എന്നൊരു ആഗ്രഹം കൂടി ഉണ്ടായേക്കാം. എക്സാമ്പിൾസ്: സെൻട്രി ഡെപ്റ്റേഴ്സ്, നമുക്ക് പണം തരാൻ ഉള്ള ആൾക്കാർ. സ്റ്റോക്ക്, കമ്പനിയുടെ കയ്യിലുള്ള സ്റ്റോക്ക്. ഈ കാണുന്നത് ഈ 4ാമത്തെ ചിത്രം എന്താണ്? സ്റ്റോക്കാണ്. ബിൽസ് റിസീവബിൾ, നമുക്ക് കിട്ടാനുള്ള ബില്ലുകൾ. ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള പണം. ഇതൊക്കെ എന്താണ്? ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പണം. ഇതൊക്കെ കമ്പനിയുടെ അസറ്റുകളാണ്. ഇങ്ങനെയുള്ള അസറ്റുകളെ വിളിക്കുന്ന പേരാണ് കറണ്ട് അസറ്റുകൾ എന്ന്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതുവരെ പറഞ്ഞത് അസറ്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫിക്സഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റ് എന്നും. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഡ്യൂറേഷന് വേണ്ടിയിട്ട് നമ്മൾ അക്വയർ ചെയ്യുന്ന അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ്. പക്ഷെ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം വരെ, പരമാവധി 1 വർഷം വരെ കാലാവധിയുള്ള അസറ്റുകളെ വിളിക്കുന്ന പേരാണ് കറണ്ട് അസറ്റുകൾ എന്ന്. എക്സാമ്പിൾസ് ഒന്ന് മനസ്സിലാക്കുക: സെൻട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ഇതൊക്കെ കമ്പനിയുടെ കറണ്ട് അസറ്റുകളാണ്. ക്ലിയർ? ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അസറ്റ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, നോൺ കറണ്ട് അസറ്റ് എന്നും കറണ്ട് അസറ്റ് എന്നും. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്ലാസിഫിക്കേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കാര്യം തന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഈ ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, ജസ്റ്റ് അതിൻ്റെ മീനിങ് ഒക്കെ ഈ പിക്ചർ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച ഫിക്സഡ് അസറ്റാണ്. ആസ് പെർ അവർ ടെക്സ്റ്റ് ബുക്ക്, അസറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2: non-current asset and current asset. Non-current asset is again classified into fixed asset, non-current investment, deferred tax asset, long-term loans and advances, other non-current assets. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പ്രകാരം നോൺ കറണ്ട് അസറ്റിനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഫിക്സഡ് അസറ്റ്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ഡെഫേർഡ് ടാക്സ് അസറ്റ്, ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതർ നോൺ കറണ്ട് അസറ്റ്സ്. ഇതിൽ ഫിക്സഡ് അസറ്റിനെ അഗെയിൻ നമ്മൾ പഠിച്ചതുപോലെ ഫിക്സഡ് അസറ്റിനെ ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്, ഇൻടാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെന്റ്. ക്ലിയർ? നെക്സ്റ്റ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾസ് ആണ് ശരിക്കും. അതിൽ വരുന്ന ടൈപ്സ് നോക്കുക. കറണ്ട് അസറ്റ്സ്: കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെന്ററി മീൻസ് സ്റ്റോക്ക്, ട്രേഡ് റിസീവബിൾസ്, അതായത് ബിൽസ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, കമ്പനി കൊടുത്തിരിക്കുന്ന ഷോർട്ട് ടേം ലോണുകളും ഷോർട്ട് ടേം അഡ്വാൻസുകളും, അതർ കറണ്ട് അസറ്റ്സ്. ഇത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു പിക്ചർ കറക്റ്റ് ചിത്രം വരച്ച് അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യുക. ഈ പോയിന്റ്സ് ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. ക്ലിയർ? ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഞാനത് ഏത് പഠിക്കണമെന്നുള്ള കാര്യം ഞാൻ പറയില്ല, അത് ഞാൻ എൻ്റെ കുട്ടികളോട് പറയും. ഈ ക്ലാസ് കാണുന്ന മറ്റ് കുട്ടികൾ നിങ്ങളുടെ ടീച്ചറോട് കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഏത് പഠിക്കണമെന്ന് തീരുമാനിച്ചിട്ട് പഠിക്കുക. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പഠിച്ചത് ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്ങിൽ ആദ്യത്തെ 3 ടേംസേ പഠിച്ചിട്ടുള്ളൂ: എൻറ്റിറ്റി, ബിസിനസ് ട്രാൻസാക്ഷൻ കൂടാതെ അസറ്റ്. അപ്പോൾ ഇതിന് തന്നെ കുറേ സമയം എടുത്തു. അതാണ് ഞാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ് യൂണിറ്റ്, ബിസിനസ് എൻറ്റിറ്റി. ബിസിനസ് ട്രാൻസാക്ഷൻ മീൻസ് ബിസിനസ് ഡീലിങ്സ്, ബിസിനസ്സിലുള്ള ഇടപാടുകൾ. അസറ്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലത്തേക്ക് കമ്പനി അക്വയർ ചെയ്യുന്ന അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ്. ദോസ് അസറ്റ്സ് വിച്ച് ആർ അക്വയർഡ് ഫോർ എ ലോങ്ങർ പീരീഡ് ആർ കോൾഡ് ഫിക്സഡ് അസറ്റ്സ്. ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, ഫിക്റ്റീഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് അഗെയിൻ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പിന്നീട് കറണ്ട് അസറ്റുകളെ കുറിച്ച് പഠിച്ചു. കറണ്ട് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് ഐദർ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ ഇൻ അതർ ഫോം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അനദർ മീനിങ് ആണ്. കറണ്ട് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് ഐദർ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ ഇൻ അതർ ഫോം വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ 1 year. ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് പണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്. ഒന്നുകിൽ പണത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് 1 വർഷത്തിനുള്ളിൽ നമുക്ക് പണമാക്കി മാറ്റാനോ പറ്റുന്ന അസറ്റുകളാണ് ഏത്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്നത് സൺട്രി ഡെപ്റ്റേഴ്സ്, നമുക്ക് പണം കടം തരാനുള്ള ആൾക്കാർ നമ്മുടെ അസറ്റാണ്, സൺട്രി ഡെപ്റ്റേഴ്സ്. ബിൽസ് റിസീവബിൾ, നമ്മൾക്ക് കിട്ടാനുള്ള ബില്ലുകൾ നമ്മുടെ അസറ്റാണ്. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഇല്ലേ? ഞാനൊരു കച്ചവടക്കാരനാണ്, ടൂത്ത് പേസ്റ്റ് വ്യാപാരിയാണ് ഇല്ലേ? അപ്പൊ എൻ്റെ കയ്യിലുള്ള കോൾഗേറ്റിന്റെ, ക്ലോസപ്പിന്റെ, KP നമ്പൂതിരീസിന്റെ ഒക്കെ സ്റ്റോക്ക് എന്താണ്? എൻ്റെ അസറ്റാണ്. ഞാൻ അതിനെ 1 വർഷത്തിനുള്ളിൽ വിറ്റ് പണമാക്കും. അപ്പൊ അതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക്.
അതായത് റോ മെറ്റീരിയൽസും ആവാം. ഇനി ഞാൻ ഇതിപ്പം ഞാനൊരു ട്രേഡർ ആണെങ്കിൽ, ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ട്രേഡിംഗ് യൂണിറ്റ്, മാനുഫാക്ചറിങ് യൂണിറ്റ്. ട്രേഡിംഗ് യൂണിറ്റ് ആണെങ്കിൽ ഞാൻ മറ്റുള്ള ആൾക്കാരെടുക്കുന്ന സാധനങ്ങൾ വാങ്ങിയിട്ട് കസ്റ്റമേഴ്സിന് വിൽക്കുന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് യൂണിറ്റ് ആണ്. ഇനി ഞാൻ തന്നെ ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ, ഞാൻ തന്നെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന ആളാണെങ്കിൽ ഞാൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്, മാനുഫാക്ചററാണ്. അപ്പോൾ മാനുഫാക്ചറിന്റെ കേസിൽ എന്തായിരിക്കും? ഗൂഡ്സ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ആവാം, അസംസ്കൃത വസ്തുക്കളാവാം. ഈ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന റോ മെറ്റീരിയൽസ് നമ്മുടെ അസറ്റ് ആണ്. ക്ലിയർ? ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകൾ, ഇപ്പം തന്നെ എല്ലാം പറയാനൊന്നും പറ്റില്ല, കറണ്ട് അസറ്റ് കുറേ ഉണ്ട് കേട്ടില്ലേ, അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ചില കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് വന്നേക്കാം, ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും വേണ്ട. വാച്ച് ദിസ് ക്ലാസ് 2 or twice or thrice, 2 or 3 തവണ ഈ ക്ലാസ് കൃത്യമായിട്ട് കാണുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ബാക്കിയുള്ള ബേസിക് ടേംസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.